ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ സ്പെഷ്യൽ പച്ചമാങ്ങ വറുത്തരച്ചതായിട്ടാ. ഈ റെസിപ്പി ചോറിനും ബ്രേക്ക്ഫാസ്റ്റിനും ഒരുപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ഇത് 6 മാസം വരെ ഫ്രിഡ്ജിൽ കേടുകൂടാണ്ട് നമുക്ക് സൂക്ഷിച്ചു വെക്കാനും പറ്റും കേട്ടോ. 2 മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് തൊലി കളഞ്ഞ് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ട് വരാം. മാങ്ങ ഗ്രേറ്റ് ചെയ്തെടുത്തു. ഇത് മാറ്റി വെച്ചിട്ട് വറുക്കാനുള്ള സാധനമൊക്കെ വറുത്തെടുക്കാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക്, 3 ചുവന്ന മുളക്, എരിവനുസരിച്ച് മുളക് എടുത്തോളൂ. ഇതാണ് എരിവിനുള്ളത്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ച് വേപ്പില, 1 ടേബിൾ സ്പൂൺ ചിരകിയ നാളികേരം നല്ല ബ്രൗൺ കളറാക്കി എടുക്കണം. നാളികേരം നല്ലോണം കളർ മാറി വരുമ്പോൾ ഇതിലേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് മിക്സ് ചെയ്താൽ മതി. ഈ മിക്സ് ഒന്ന് തണുത്തതിൻ്റെ ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. ഈ റെസിപ്പി വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. 1/2 ടീസ്പൂൺ കടുക്, കുറച്ച് വേപ്പില, കുറച്ച് കടലപ്പരിപ്പ് എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കണ പേസ്റ്റ് ചേർക്കാം. ജാറ് കഴുകി ആ വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. 5 മിനിറ്റ് ഈ മിക്സ് നല്ലോണം തിളക്കട്ടെ. നല്ലോണം തിളച്ച് വരുമ്പോൾ തന്നെ ഈ എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. ആ സ്റ്റേജ് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. 5 മിനിറ്റ് തിളപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, തിളപ്പിക്കുമ്പോൾ തന്നെ ഇങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. റെഡിയാക്കി വെച്ചേക്കണ മാങ്ങ ചേർക്കാം. ഡിഷിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറിയ പീസ് ശർക്കര ആഡ് ചെയ്യുന്നുണ്ട്. പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എല്ലാം മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു 5 മിനിറ്റും കൂടി നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. മാങ്ങ ചേർത്തിട്ടും കുക്ക് ചെയ്ത് കൂട്ടാം. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇപ്പം എല്ലായിടത്തും പച്ചമാങ്ങ ഉണ്ട്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. 6 മാസം വരെ നമുക്ക് കേടുകൂടാണ്ട് സൂക്ഷിക്കാനും പറ്റും. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.